ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ്, അപ്പം നമ്മുടെ KSRTC ബസ്സിൻ്റെ പാർട്ട് 11 വീഡിയോ ആണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ KSRTC ബസ്സിൻ്റെ ബാക്ക് ടയറാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട് ടയർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ഗൈസ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടെ കാണണം. ഇതിപ്പോൾ ബാക്ക് ടയർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. നമ്മൾ ഈ ടയർ ഉണ്ടാക്കുക സിമ്പിളായിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ടയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഫോം ഷീറ്റ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ 2 ടയറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ടയർ 4 പീസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു സെറ്റാക്കി അടുത്ത സെറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ 2 സെറ്റും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ആ ഒരു സെറ്റിൽ 4 പീസിലും നമ്മൾ നടുവിലെ ആ ഒരു പോർഷൻ കട്ട് ചെയ്യണം ഗൈസ്. നമ്മൾ രണ്ടാമത്തെ സെറ്റിലെ കട്ട് ചെയ്യൽ ആ നടുക്കത്തെ പോർഷൻ ഒരു സെറ്റിലെ മാത്രം കട്ട് ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇതെല്ലാം ഇങ്ങോട്ട് ചേർത്ത് വെച്ച് നമ്മൾ ഫ്ലഷ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നല്ല ലെവലായിട്ട് ഒന്ന് വെക്കുക എല്ലാ പീസും. അതിന് ശേഷം നമ്മളിതെല്ലാം ഫ്ലഷ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കണം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ 2 സെറ്റിൻ്റെ എല്ലാ പീസുകളും ഒരുമിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 പീസിൻ്റെ ആ പുറത്തെ ഭാഗം അതുപോലെ തന്നെ മറ്റേ പീസിൻ്റെ അകത്തെ ഭാഗം സാൻഡ് പേപ്പർ ഇട്ട് നല്ല രീതിക്ക് ഉരച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ആ 2 സെറ്റിൻ്റെയും സാൻഡ് പേപ്പറൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഉരച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ 2 പീസിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്യണം ഗൈസ്. 2 സൈഡും കട്ട് ചെയ്യണം. പിന്നെ ഈ പീസിൻ്റെ അകത്തെ ആ ഒരു ഭാഗവും കട്ട് ചെയ്ത് കളയണം ഗൈസ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കുമ്പോൾ നമ്മൾ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഉരയ്ക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് ഉരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പായിട്ട് എടുക്കാൻ പറ്റും ഗൈസ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഇതുപോലെ 2 പീസിൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടാൽ നമ്മൾ ആ വെട്ടി ഭാഗമെല്ലാം ഉരച്ച് തന്നെ സെറ്റപ്പായിട്ട് എടുക്കണം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഉരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ നല്ല ഷേപ്പായിട്ട് ഉരച്ചെടുക്കാൻ പറ്റുമെന്ന്. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഉരച്ചെടുത്തേക്കുന്നത് ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം ഗൈസ്. അതിന് വേണ്ടി ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് നോക്കിയിട്ട് കറക്റ്റ് അളവാക്കി കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് ഒട്ടിക്കണം. ഗൈസ്, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കേണ്ടത് ഗൈസ്. നമ്മളിനി ഇതുപോലെ വെച്ചാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്.
ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് ഗൈസ് ഇത് നമ്മൾ ഈ പീസ് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ബാക്കി നിൽക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് കളയണം ഗൈസ്. അപ്പോൾ നമ്മൾ ആ പീസ് കട്ട് ചെയ്തിട്ട് സാൻഡ് പേപ്പർ ഇട്ട് വരച്ച് ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളിങ്ങനെ നടുക്കത്തെ പോർഷൻ കണ്ടുപിടിപ്പിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് എടുക്കണം ഗൈസ്. ഇതിൻ്റെ അകത്ത് കയറുന്ന തന്നെ സാൻഡ് പേപ്പർ ഇട്ട് വരച്ച് ഷേപ്പ് ആക്കിയാൽ മതി ഗൈസ്. സിമ്പിളായിട്ട് തന്നെ കയറുക, പക്ഷേ ലൂസായി പോയരുത്, കുറച്ചൊരു ടൈറ്റ് വേണം ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് ഗൈസ് നമ്മൾ വെക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്കൊന്ന് റഫായിട്ടൊന്ന് വരച്ചെടുക്കാൻ പോവുകയാണ് ഗൈസ്, കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വരച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ വരച്ചെടുക്കുക ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ബ്ലേഡ് എടുക്കണം ഗൈസ്. സൈഡ് ഭാഗം കട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലെ ബ്ലേഡ് അടിച്ചിങ്ങനെ വളച്ചതിന് ശേഷം നമ്മളിങ്ങനെ അതിൽ വെച്ച് ഞെക്കി കൊടുത്താൽ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ കട്ടായി പൊക്കോളും ഗൈസ്. മൂർച്ചയുള്ള ബ്ലേഡ് എടുക്കണം, എന്നാലേ തന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗം കട്ട് ചെയ്ത് ഗൈസ്. ഇനി നടുഭാഗം നമ്മൾ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു പെൻസിലിൻ്റെ പകുതി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് വെച്ചൊന്ന് ഫ്ലഷ് കിക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ അത് സെറ്റായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ആ ഡോട്ട് ഇട്ട ഭാഗത്തെല്ലാം നമ്മൾ കോമസ് ഉപയോഗിച്ച് ഹോളാക്കി കൊടുക്കണം ഗൈസ്. നമ്മൾ 8 ഡോട്ട് ഇട്ടിട്ടുണ്ട്. 8 ഡോട്ട് നമ്മൾ കോമസ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഹോൾ ചെയ്ത് കൊടുക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ലീഫ്ലർ വേണം ഗൈസ്. പിന്നെ ഒരു സാമ്പ്രാണിക്കൊള്ളി ലീഫറിൻ്റെ അകത്ത് കയറുന്ന രീതിയിൽ വേണം ഗൈസ് നമ്മളെടുക്കാൻ. അതിന് ശേഷം നമ്മൾ ഈ ലീഫ്ലറിൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ സാമ്പ്രാണിക്കൊള്ളിയുടെ ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഇതേപോലെ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഹോളിലേക്ക് ആ സാമ്പ്രാണിക്കൊള്ളി ആദ്യം വെക്കുക, കട്ട് ചെയ്ത പീസ്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ലീഫ്ലറിൻ്റെ ആ ചെറിയ ഭാഗം ഇറക്കി കൊടുക്കുക ഗൈസ്. ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ തന്നെ മൊത്തം ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വീലിലേക്ക് സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചാണ് കയറ്റുന്നത് അടിയിൽ കൂടെ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുവാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് ഷേപ്പ് ചെയ്ത് നേരെയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ പശ വെച്ച് ഒട്ടിക്കുക. ഗൈസ് അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച 2 വീലും എടുത്ത് രണ്ടും ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളത് ഫ്ലഷ് കിക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം ഗൈസ്. കറക്റ്റ് ചെയ്ത് നേരെ പിടിച്ചതിന് ശേഷം മാത്രം ഒട്ടിച്ച് കൊടുക്കുക ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ വീലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ആ ഒരു ഗ്രിപ്പാണ് സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ സൈക്കിൾ ട്യൂബാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് സ്ട്രിപ്പായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇതാണ് ഗൈസ് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചാൽ മതി ഗൈസ്. ഒരു വീലിൽ ഇങ്ങനെ 4 എണ്ണം ഒട്ടിക്കണം ഗൈസ്. അങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നമ്മൾ കാണിച്ചിട്ട് സിമ്പിളായിട്ട് ഇത് ഒട്ടിക്കാം ഗൈസ്. ഇത് ഒട്ടിക്കാൻ പാടില്ല, ഇത് കട്ട് ചെയ്തെടുക്കാനൊന്നും പാടില്ല ഗൈസ്. സിമ്പിളാണ്, പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. ഗൈസ് അപ്പോൾ ഇതുപോലെയാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ 2 ടയറിലും ചെയ്തെടുക്കണം ഗൈസ്. ഒരു ടയർ 4 എണ്ണം വീതം അത് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടയർ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ടയറിൽ നമ്മൾ 4 എണ്ണം ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ 2 ടയറും ബാക്കിലും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. നമ്മുടെ വീഡിയോ സിമ്പിളായിട്ട് ഒരു ബാക്ക് ടയർ ബസ്സിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ തന്നെ വേറെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഈ ചാനലിൽ ടെക് വീഡിയോസ് വിടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിനിയേച്ചറിൻ്റെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ഡയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. ബൈ.